എല്ലാവർക്കും നമസ്കാരം. പല ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകളിലേക്ക് ഇൻ്റർവ്യൂസ് കാണുമ്പം തോന്നിയിട്ടുണ്ട്, ഇവരൊക്കെ ഇങ്ങനത്തെ ഐഡിയോളജീസ് വെച്ച് ചുറ്റുമുള്ള സ്ത്രീകളെ എംപവർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഈ ഐഡിയോളജീസ് ഒക്കെ ഫോളോ ചെയ്തിട്ടും ഇവരുടെ സ്വന്തം ജീവിതത്തിൽ വളരെ സ്റ്റക്കായിട്ടും ഡിപ്രസ്ഡ് ആയിട്ടും ഒക്കെ ഇരിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ പല ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൽ ഞാൻ പിക്ക് ചെയ്യുന്നത് കേരളത്തിലെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഫെമിനിസ്റ്റ് എന്നറിയപ്പെടുന്ന ജയശ്രീയുടെ കുറച്ച് ഇൻ്റർവ്യൂസ് ആണ്. ജയശ്രീ എന്ന് പറയുന്നത് മൈത്രേയൻ്റെ പാർട്ട്ണർ/എക്സ് പാർട്ട്ണറാണ്. മൈത്രേയൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം, ഞാൻ ജയശ്രീനെ ആദ്യമായിട്ട് കാണുന്നത് കുറച്ച് വർഷങ്ങൾ മുന്നേ ഈ മൈത്രേയൻ എന്ന് പറയുന്ന ആൾ ഒരു പ്രസ്താവന ഇറക്കി പുള്ളി പബ്ലിക് സർവീസ് നിർത്തുവാണ്, അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിയുടെ കുടുംബം പിരിച്ചുവിടുവാണ് എന്നൊരു പ്രസ്താവന ഇറക്കി എന്ന് വന്നപ്പോൾ കുറേ ചാനൽസ് മൈത്രേയനെയും മൈത്രേയൻ്റെ പാർട്ട്ണറായ ജയശ്രീയും വെച്ചിട്ട് കുറേ ഇൻ്റർവ്യൂസ് ചെയ്തു. അന്നാണ് ഞാൻ ജയശ്രീനെ ആദ്യമായിട്ട് കാണുന്നത്. മൈത്രേയൻ്റെ ആശയങ്ങളിൽ വളരെ ക്ലാരിറ്റി ഉള്ള ആളായിട്ട് തോന്നി. അത് ജനങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണോ അല്ലയോ, പുള്ളി ഒത്തിരി ക്ലിയർ ആണ് ആ കാര്യങ്ങളിൽ. പക്ഷേ ജയശ്രീ അപ്പോഴൊക്കെ മൈത്രേയൻ്റെ കൂടെ ഒരു സൈലന്റ് പാർട്ട്ണർ ആയിട്ടിരുന്നതായിട്ടാണ് എനിക്ക് അന്ന് ഫീൽ ചെയ്തത്. അത് പിന്നെ ഒത്തിരി കൂടി ഇൻ്റർവ്യൂസ് ജയശ്രീയുടെ കാണാനിടയായി. അപ്പോൾ എനിക്ക് എൻ്റെ സംശയങ്ങൾ ഒത്തിരി സ്ട്രോങ് ആവുകയാണ് ചെയ്തത്. ആദ്യം കണ്ടത് അരുൺ കുമാർ എന്നുള്ള ആളുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. പുള്ളി കുടുംബ കോടതി എന്ന് പറയുന്ന ഇൻ്റർവ്യൂ, പിന്നെ അശ്വതി ശ്രീകാന്തുമായിട്ടുള്ള ഇൻ്റർവ്യൂ, പിന്നെ ഈ ഇടയ്ക്ക് ഐ ആം ധന്യ വർമ്മ എന്ന് പറയുന്ന പോഡ്കാസ്റ്റിലും ജയശ്രീ വന്നായിരുന്നു. അപ്പം ജയശ്രീനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ള വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഫെമിനിസ്റ്റ്. പിന്നെ സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരി ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു, കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പിന്നെ മൈത്രേയനെയും ജയശ്രീയും പറ്റി പറയുന്നത് ലിവിങ് ടുഗെദർ എന്ന് പറയുന്ന ആശയം നമ്മുടെ മലയാളികളുടെ ഇടയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത കപ്പിൾ എന്നാണ് മൈത്രേയനെയും ജയശ്രീയും പറ്റി പറയുന്നത്. ഞാനിവിടെ ജയശ്രീനെ ചൂസ് ചെയ്യാൻ കാരണം, ജയശ്രീ എല്ലാ ഇൻ്റർവ്യൂസിലും ജയശ്രീ ഒരു ഭാര്യ അമ്മ എന്ന് ഉള്ള അവരെ പറ്റി സംസാരിക്കുമ്പോൾ, അവരുടെ റോളിനെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു അടിമയായിട്ടാണ് അവർ പറയുന്നത്. ഭാര്യ അമ്മ എന്നൊക്കെ പറയുന്ന ഒരു അടിമയെ പോലുള്ള റോളായിരുന്നല്ലോ, സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് എന്നൊക്കെയാണ് അവരെ പറ്റി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഭാര്യ അമ്മ എന്നൊക്കെ പറയുന്ന ആ റോൾസിനെ അടിമനെ പോലെ കാണുന്ന ജയശ്രീ ഈ ലിവിങ് ടുഗെദർ എന്ന് പറയുന്ന സംഭവത്തിൽ ജീവിച്ചിട്ട് ജയശ്രീയുടെ ആ ജീവിതത്തിലെ സ്ഥാനം അല്ലെ അവരുടെ റോൾ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇപ്പം ഐ ആം ധന്യ വർമ്മ എന്നുള്ള ഇൻ്റർവ്യൂവിൽ അവരിങ്ങനെ കുടുംബത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ജയശ്രീ പറയുന്നുണ്ട്, ഹൗസ് വൈഫ് എന്നുള്ള റോള് അത്രയും ഡിസൈറബിൾ ആണോ എന്ന് ധന്യവർമ്മയോട് ചോദിക്കുന്നുണ്ട്. അപ്പം ധന്യവർമ്മ ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് അപ്പം ജയശ്രീ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് നമ്മുടെ അമ്മമാരെന്നൊക്കെ പറഞ്ഞ സ്ലേവ്സിനെ പോലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ജയശ്രീയുടെ അവസ്ഥ എന്തായിരുന്നു. ജയശ്രീ പറയുന്നുണ്ട്, ജയശ്രീ ചെറുപ്പത്തിലെ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പം അന്നേ ജയശ്രീക്ക് അമ്മ, ഭാര്യ, കല്യാണം എന്നുള്ള ആശയങ്ങളോടൊന്നും താല്പര്യമില്ലായിരുന്നു. അപ്പം ജയശ്രീ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ജയശ്രീ ഗുരുകുലം എന്നുള്ള സംഭവത്തിൽ പോയി അവിടെ ചെന്ന് കുറച്ചാൾ നിന്നായിരുന്നു. അപ്പോൾ അവിടെ യതി എന്ന് പറയുന്ന ഗുരുവിനെ കണ്ടു. അവിടെ വെച്ചിട്ടാണ് ജയശ്രീ മൈത്രേയനെ പരിചയപ്പെടുന്നത്. അപ്പം മൈത്രേയൻ്റെ അമ്മാവനായിരുന്നു ഈ യതി. അപ്പം യതി ജയശ്രീയായിട്ട് സംസാരിച്ചു. ജയശ്രീയോട് ചോദിച്ചു, ജയശ്രീക്ക് ഇഷ്ടമുള്ള ആൾക്കാരെങ്കിലും ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ജയശ്രീക്ക് കല്യാണമൊന്നും താല്പര്യമില്ല, പക്ഷെ മൈത്രേയനെ പോലുള്ള ഒരാളാണ്, വേണേൽ കൂടെ ജീവിച്ചു നോക്കാം എന്ന് ജയശ്രീ യതിയോട് അറിയിക്കുകയാണ്. എന്തായാലും മൈത്രേയൻ ആ സമയത്ത് തന്നെ ഗുരുകുലത്തിൽ നിന്ന് പോന്നായിരുന്നു. എന്തായാലും ജയശ്രീ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജയശ്രീ തിരിച്ച് ജയശ്രീയുടെ ഹോസ്റ്റലിലേക്ക് വന്നു. ജയശ്രീ ആ സമയത്ത് MBBS പഠിച്ചുകൊണ്ടിരിക്കുക. ജയശ്രീ ഹോസ്റ്റലിലേക്ക് വന്നു. അപ്പം മൈത്രേയൻ അത് കഴിഞ്ഞപ്പോൾ ജയശ്രീനെ കാണാൻ വേണ്ടി ഹോസ്റ്റലിൽ വരുവാണ്. അവിടെ നിന്ന് മൈത്രേയൻ്റെ കാര്യങ്ങൾ ജയശ്രീയോട് അവതരിപ്പിച്ചു. അപ്പം മൈത്രേയൻ പറഞ്ഞു, മൈത്രേയൻ ഈ കുടുംബം, വീട്, കല്യാണം അതിനോടൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. അപ്പം മൈത്രേയൻ ജയശ്രീയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പം ജയശ്രീക്കും കല്യാണവും കുടുംബവും ഇതൊന്നും താല്പര്യമില്ലല്ലോ, ഭാര്യ അങ്ങനെ ആവാനും താല്പര്യമില്ല. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ലിവിങ് ടുഗെദറിനെ പറ്റി പ്ലാൻ ചെയ്ത് അവർ ഒരുമിച്ച് ജീവിക്കാനുള്ള സംഭവങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ ജയശ്രീക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പറഞ്ഞു. കാരണം ജയശ്രീക്ക് ഇതൊന്നും തുറന്നു പറയാൻ പറ്റുന്ന സുഹൃത്തുക്കളോ സമൂഹമോ ഒന്നും ഇല്ലായിരുന്നു, ചുറ്റും ആരും ഇല്ലായിരുന്നു. അപ്പം മൈത്രേയൻ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി മൈത്രേയൻ വന്ന് ജയശ്രീക്ക് ചുറ്റുമുള്ളവരോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. മൈത്രേയൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ പോവുകയാണ്, കല്യാണം ഒന്നും കഴിക്കുന്നില്ല എന്ന് അവരോട് വളരെ ധൈര്യമായിട്ട് പറഞ്ഞ് അവർ ഒരു ലിവിങ് ടുഗെദർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം മൈത്രേയന് വീടെന്ന് പറയുന്ന പരിപാടിയില്ല, അതിപ്പോഴും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ജയശ്രീ പറയുന്നുണ്ട്, ജയശ്രീ ആദ്യമായിട്ട് മൈത്രേയനോട് താമസിച്ചു തുടങ്ങിയപ്പോൾ ഇവരൊരു കൂട്ടം ആൾക്കാരുടെ കൂടെയാണ് മൈത്രേയൻ താമസിക്കുന്നത്. അപ്പം ജയശ്രീക്ക് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ജയശ്രീ പറയുന്നത്. അപ്പം കാരണം ജയശ്രീക്ക് ആ വീട്ടിലെ സ്ഥാനം, ജയശ്രീയുടെ സ്ഥാനം എന്തായിരുന്നു മനസ്സിലായില്ല. അപ്പം ജയശ്രീക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് നാൾ. അപ്പം മൈത്രേയനെ അത് അറിയിച്ചു. അതുപോലെ തന്നെ ജയശ്രീ പറയുന്നുണ്ട്, ജയശ്രീക്ക് മൈത്രേയനുമായിട്ടുള്ള ജയശ്രീയുടെ റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്ന് ജയശ്രീക്ക് അറിയത്തില്ലായിരുന്നു. അത് ജയശ്രീക്ക് ഇപ്പോഴും അറിയത്തില്ല എന്ന് ജയശ്രീ പറഞ്ഞു. ഇത്രയും വർഷം അവരൊരു കൊച്ചുണ്ടായി,
അവരുടെ മോക്ക് 20 വയസ്സായപ്പോഴാണ് മൈത്രേയൻ കുടുംബം പിരിച്ചു വിടുന്നത്. അത് കുറേ വർഷങ്ങൾ മുന്നേ. ഇപ്പം റീസെൻ്റ്ലി ഉള്ള ഇൻ്റർവ്യൂ ആണ് ജയശ്രീ പറഞ്ഞത്, എനിക്ക് ഇപ്പോഴും മൈത്രേനുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയില്ല. ഒരു ഹൗസ് വൈഫിൻ്റെ റോളിനെ സ്ലേവ് എന്ന് എല്ലാ ഇൻ്റർവ്യൂസിലും കൂടെ പറയുന്ന ജയശ്രീ സ്വന്തം ജീവിതത്തിൽ ജയശ്രീയുടെ റോൾ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു, ഇത്രയും നാളും ഒരു പാർട്ട്ണറുടെ കൂടെ താമസിച്ചിട്ട്. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് ഇമോഷണൽ സെക്യൂരിറ്റി. നമ്മൾക്ക് ആ സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ സ്ത്രീകൾ വളരെ ആങ്ഷ്യസ് ആയിരിക്കും. അപ്പം ഈ ഇൻ്റർവ്യൂസിലൊക്കെ കാണുമ്പം ജയശ്രീയുടെ സംസാരത്തിൽ അറിയാം, ജയശ്രീക്ക് അത് ഒത്തിരി ബോധർ ചെയ്തിരുന്നു. ജയശ്രീയുടെ സ്ഥാനം എന്താണെന്ന് ജയശ്രീക്ക് അറിയത്തില്ല. അപ്പം ജയശ്രീ പറയുന്നുണ്ട്, മൈത്രേയനായിട്ട് ഒരു ഓപ്പൺ ഡിസ്കഷനുള്ള സ്പേസ് ഒന്നും ജയശ്രീക്ക് ഈ ബന്ധത്തിൽ ഇല്ലായിരുന്നു എന്നാണ് ജയശ്രീ പറയുന്നത്. ഈ ഓപ്പൺ ഡിസ്കഷൻ, ജയശ്രീയെ പോലെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് അവരുടെ പാർട്ട്ണറുമായിട്ടൊരു ഓപ്പൺ ഡിസ്കഷനുള്ള സ്പേസ് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അയാളുടെ കൂടെയാണ് ജയശ്രീ ഇത്രയും നാളും ജീവിച്ചത്. ഇന്ന് ഒരാൾ പറയും എൻ്റെ പാർട്ട്ണറുമായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് അപ്പോഴേ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് പറയുന്നത്. പക്ഷേ ജയശ്രീ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോരുകയാണ് ചെയ്തത്. അപ്പം പിന്നെ ജയശ്രീ പറയുന്നുണ്ട്, ജയശ്രീക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ മൈത്രേയന് കുഞ്ഞുങ്ങൾ വേണമെന്നില്ലായിരുന്നു. കാരണം മൈത്രേയൻ വിചാരിക്കുന്ന ലോകത്തിൽ ഓൾറെഡി ഇത്രയും കുഞ്ഞുങ്ങളുണ്ടല്ലോ, എന്തിനാണ് വീണ്ടും ഒരു എക്സ്ട്രാ കുഞ്ഞ് എന്ന് വിചാരിച്ച് മൈത്രേയന് കുട്ടികൾ വേണമെന്നില്ലായിരുന്നു. പക്ഷേ ജയശ്രീക്ക് അവിടെ ഭയങ്കര ഡിസയർ ആയിരുന്നു. മൈത്രേയൻ നമ്മൾ ഒത്തിരി നെഗോഷിയേറ്റ് ചെയ്ത് ജയശ്രീ ഒത്തിരി കരഞ്ഞൊക്കെയാണ് ഒരു കുഞ്ഞ് ഉണ്ടാകുക എന്ന് മൈത്രേയനും സമ്മതിച്ചത്. അപ്പം ജയശ്രീ എന്നിട്ട് പറയുന്നുണ്ട്, ജയശ്രീ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ടാണ് ജയശ്രീക്ക് കൊച്ചുണ്ടാവണം എന്നുള്ള ഭയങ്കര ഡിസയർ ഉണ്ടായിരുന്നത്. അപ്പം കാരണം ജയശ്രീക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ജയശ്രീ പറയുന്നുണ്ട്, ജയശ്രീ വളരെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു മൈത്രേയനായിട്ട് ജീവിച്ചു തുടങ്ങിയ ഉടനെ തന്നെ അവർക്ക് കൊച്ചൊക്കെ ഉണ്ടായി. കാരണം ജയശ്രീ പറയുന്നുണ്ട്, പ്രായം കൂടി കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവും ബുദ്ധിമുട്ടാകും എന്നുള്ളത് ജയശ്രീക്ക് അറിയായിരുന്നു. ജയശ്രീ പറയുന്നുണ്ട്, അന്ന് കാലത്ത് ഇന്നത്തെ പോലെ ഈ IVFും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പം ജയശ്രീക്ക് ഇനിയും താമസിച്ചാൽ കൊച്ചുണ്ടാകാൻ പാടാകും എന്നുള്ളത് ജയശ്രീക്ക് അറിയാം. ഈ ഫെമിനിസ്റ്റുകൾ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവതലമുറയെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താ, നിങ്ങൾ ആരുടെയും കൂടെ ഏർലി സെറ്റിൽ ഡൗൺ ചെയ്യില്ല, എക്സ്പ്ലോർ ചെയ്യണം, ഫിനാൻഷ്യലി സെറ്റിൽ ആവണം, കരിയർ ബിൽഡ് ചെയ്ത് കരിയറൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് വേണമെങ്കിൽ മാത്രമേ കൊച്ചുണ്ടാകാവൂ എന്നാണ് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇവരൊക്കെ സ്വന്തം ജീവിതത്തിൽ ഈ ഗൈനക്കോളജിസ്റ്റായി ജയശ്രീക്ക് കാരണം പുള്ളിക്കാരിക്ക് അറിയാം ഇനി താമസിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് അറിയാം. പിന്നെ അവരൊക്കെ നേരത്തെ തന്നെ സെറ്റിൽ ഡൗൺ ചെയ്തു, കൊച്ചുണ്ടായി. എന്നിട്ട് ബാക്കിയുള്ളവർ ഉപദേശിക്കും നിങ്ങളിപ്പോഴൊന്നും കുഞ്ഞുങ്ങൾ വേണ്ടാന്ന്. ഇതൊക്കെ കേട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഓർക്കേണ്ടത് ശരിയാണ്, ഇപ്പം IVF അങ്ങനത്തെ കുറേ മെഡിക്കൽ ഇൻ്റർവെൻഷൻസ് ഒക്കെ ചെയ്യാം, ഫ്രീസിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറകെ പോകാനുള്ള ഫിനാൻസും മനസാന്നിധ്യവും പിന്നെ ഇതൊക്കെ വർക്ക് ആകും എന്നുള്ള ഗ്യാരണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കുഞ്ഞുണ്ടാകാൻ വേണ്ടി വെയിറ്റ് ഒക്കെ ചെയ്തു. പിന്നെ ജയശ്രീ പറയുന്നുണ്ട്, ജയശ്രീ ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ടാണ് ജയശ്രീക്ക് ആ ഡിസയർ ഉണ്ടായത്. അത് ഒരുമാതിരിപ്പെട്ട സ്ത്രീകൾക്കും മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്ന ഇത് വളരെ നാച്ചുറലായിട്ട് വരുന്നൊരു ഡിസയറാണ് കുഞ്ഞുണ്ടാവണം എന്നുള്ളത്. അല്ലാതെ അത് ആരും നമുക്ക് തലയിലോട്ട് ഇട്ട് തരുന്ന സാധനമൊന്നുമല്ല. അതേസമയം കുഞ്ഞുണ്ടാകണ്ട എന്നുള്ളത് ഇങ്ങനത്തെ ആൾക്കാർ, ഈ ഐഡിയോളജീസ് ഒക്കെ പറയുന്നവർ നമ്മുടെ തലയിലോട്ട് കയറ്റാൻ ശ്രമിക്കുന്ന സംഭവമാണ്. എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് നാളൊക്കെ കഴിയുമ്പം ലേറ്റ് ആയിരിക്കുന്നവരാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പം പല ഫെമിനിസ്റ്റുകൾ ഉൾപ്പെടെ റിഗ്രറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കുന്ന തീരുമാനം. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ലേറ്റർ ലൈഫിൽ എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതൊക്കെ കേട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. പക്ഷെ ഇൻഫ്ലുവൻസ്ഡ് ആകുമ്പോൾ ഓർക്കുക, ഇവരുടെ പരിപാടികളൊക്കെ നേരത്തെ തന്നെ സാധിച്ച് റെഡിയാക്കി വെച്ചിരുന്നു എന്നുള്ളത് ഓർക്കുക. പിന്നെ വേറൊരു സംഭവം ജയശ്രീ പറയുന്നതാണ്, മൈത്രേയനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മൈത്രേയനും ജയശ്രീയും തമ്മിൽ മൈത്രേയൻ മോണോഗ്യാമസ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ മൈത്രേയൻ വേറെ പാർട്ട്നേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. മൈത്രേയൻ പറയുന്നുണ്ട്, കാരണം ഇവർക്കൊരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ മൈത്രേയൻ ആ റെസ്പോൺസിബിലിറ്റി മൊത്തം കൊച്ചിനെ നോക്കാൻ വേണ്ടി എടുത്തു, വേറെ പാർട്ട്നേഴ്സിലേക്ക് വിട്ടില്ല. അതേസമയം ജയശ്രീ പറയുന്നുണ്ട്, ഇല്ല, ജയശ്രീക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഇതിൻ്റെ വേറെ പാർട്ട്നേഴ്സും ഉണ്ടായിരുന്നു, വേറെ പ്രേമ ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ജയശ്രീ പറയുന്നത്. അപ്പം ഈ ജയശ്രീ തന്നെ പറയുന്നത്, ജയശ്രീക്ക് മൈത്രേയൻ്റെ കാര്യത്തിൽ ഭയങ്കര സെക്ഷൽ ജലസി ഉണ്ടായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ മൈത്രേയന് വേറെ വല്ലവരുടെ ഇഷ്ടമാകുമോ എന്നുള്ള ഭയം ജയശ്രീക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ സ്ത്രീകൾക്ക് മൈത്രേയനോട് അതുപോലും ജയശ്രീക്ക് പറ്റത്തില്ല. വേറൊരു സ്ത്രീക്ക് മൈത്രേയനോട് ഇഷ്ടമുണ്ടെന്ന് കേൾക്കുന്നത് പോലും ജയശ്രീക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷെ മൈത്രേയൻ വാസ് മോണോഗാമസ് ത്രൂ ഔട്ട് ദി റിലേഷൻഷിപ്പ്. അപ്പം ജയശ്രീ എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹമുണ്ട് അവരവരുടെ പാർട്ട്ണറിന് സ്പെഷ്യൽ ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ജയശ്രീക്ക് അറിയത്തില്ലായിരുന്നു
ജയശ്രീക്ക് ഞാൻ മൈത്രേയന് സ്പെഷ്യൽ ആണോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് ജയശ്രീ കൂടെ പറയുന്നുണ്ട്. അപ്പം അരുൺകുമാർ എടുത്ത് ചോദിക്കുന്നുണ്ട്, മൈത്രേയന് നിങ്ങൾ സ്പെഷ്യൽ ആണെന്ന് അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ റിലേഷൻഷിപ്സ് പോകുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ജയശ്രീ ഒരിക്കലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഓർക്കേണ്ടത്, ജയശ്രീ ഏതൊരു സ്ത്രീയെ പോലെ തന്നെ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് നമ്മുടെ പാർട്ട്ണറിന് സ്പെഷ്യൽ ആയിരിക്കണം നമ്മളെന്നുള്ളത്. പക്ഷേ ജയശ്രീ എൻറ്റർ ചെയ്ത ഈ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും പറ്റത്തില്ലായിരുന്നു. മാത്രമല്ല മൈത്രേയൻ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ ജയശ്രീയോട് പറഞ്ഞു, എനിക്കിനി വേറൊരു പ്രണയബന്ധം ഒന്നും പറ്റത്തില്ലല്ലോ എന്നുള്ള ആശങ്ക മൈത്രേയൻ പ്രകടിപ്പിച്ചായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറയാൻ എളുപ്പം, ഇങ്ങനത്തെയൊക്കെ ഓപ്പൺ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിലൊക്കെ ഇങ്ങനെയൊക്കെ ഐഡിയോളജിയൊക്കെ വിചാരിച്ചോ, ഐഡിയോളജി തിയറിയിൽ പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ജീവിച്ചു തുടങ്ങുമ്പോൾ അത്ര എളുപ്പമൊന്നുമില്ല. ജയശ്രീ ത്രൂ ഔട്ട് ദിസ് റിലേഷൻഷിപ്പ് ഈ ഒരു അൺസർട്ടനിറ്റിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. മൈത്രേയന് വേറെ വല്ല ആളെ കിട്ടുമോ, മൈത്രേയന് വേറെ വല്ലവരും ഇഷ്ടമാവോ, വേറെ ആർക്കെങ്കിലും മൈത്രേയൻ്റെ ഇഷ്ടം ഉണ്ടാവോ, അറ്റ് ദ സെയിം ടൈം ജയശ്രീ വേറെ ആൾക്കാരുടെ കൂടെ പോയിട്ടുമുണ്ട്. പിന്നെ പറയുന്നത് ഈ അവരുടെ മോക്ക് 20 വയസ്സായപ്പോഴാണ് മൈത്രേയൻ കുടുംബം പിരിച്ചുവിടുന്നു എന്നുള്ള പരിപാടി പറഞ്ഞത്. അപ്പം ജയശ്രീക്ക് അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എന്നാണ് ജയശ്രീ പറഞ്ഞത്. ജയശ്രീ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയത് കഴിഞ്ഞപ്പോൾ. അപ് ടു ഒരു 2 വർഷത്തോളം ജയശ്രീ ഡിപ്രസ്ഡ് ആയിരുന്നു എന്നാണ് ജയശ്രീ പറയുന്നത്. അപ്പം ഓഫ്കോഴ്സ് ജയശ്രീക്ക് ജയശ്രീക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ജയശ്രീ ഇത് പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളായിരുന്നു. കാരണം മൈത്രേയന്റെ ഒരു രീതി വെച്ചിട്ട് മൈത്രേയൻ പറയുന്ന ഇതൊക്കെ സംസാരിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ജയശ്രീക്ക് വാർണിംഗ് കൊടുത്തില്ല എന്ന് മൈത്രേയന് സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ജയശ്രീ ഇത് കഴിഞ്ഞിട്ടും ഇതെല്ലാം അറിയാവാഞ്ഞിട്ടും ഒരു ഓപ്പൺ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരാളുടെ കൂടെ കൂടിയിട്ടും പിന്നെ 2 വർഷത്തേക്കാണ് പുള്ളിക്കാരി ഡിപ്രസ്ഡ് ആയത്. കുറച്ച് നാളൊന്നും അല്ല, 2 വർഷത്തേക്ക്. ആൻഡ് ആ 2 വർഷത്തേക്ക് ജയശ്രീ പറയുന്നത് ജയശ്രീ ഭയങ്കര വാച്ച്ഫുൾ ആയിരുന്നു എന്ന് പറയുന്നത്. മൈത്രേയന് വേറെ വല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനിലാണ് ജയശ്രീ ജീവിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള 2 വർഷമാണ് പറഞ്ഞത്. അതുവരെ അങ്ങനെ ജീവിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള 2 വർഷം ജയശ്രീ ഭയങ്കര ടെൻഷൻ അടിച്ച് ജീവിച്ചു, മൈത്രേയന് വേറെ ബന്ധം ഉണ്ടാവുമെന്ന്. കാരണം അതുവരെ മൈത്രേയൻ കൊച്ചിനൊക്കെ നോക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഇനി മൈത്രേയൻ ഫ്രീ ആയല്ലോ. എന്തൊരവസ്ഥയാണെന്ന് ഓർക്കണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ടും ജയശ്രീ മൈത്രേയന്റെ പാർട്ണറായിട്ടാണ് എന്നിട്ട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ജയശ്രീക്ക് ഇപ്പോഴും മൈത്രേയന് വല്ല ബന്ധം ഉണ്ടാവും എന്നുള്ള ടെൻഷനിലിരിക്കുന്നതാണ്. എന്നിട്ട് ജയശ്രീ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മൈത്രേയന് പുതിയ റിലേഷൻഷിപ്പ് ആയപ്പോഴാണ് ജയശ്രീ എംപവേർഡ് ആയത്. ഒരു ഫെമിനിസ്റ്റ് പറയുന്ന കാര്യമാണ്. ഇതിനൊക്കെയാണ് എംപവർമെന്റ് എന്ന് പറയുന്നത്. അതിന് പറയുന്നതാണ് കോപ്പിംഗ് മെക്കാനിസം. മൈത്രേയൻ വേറെ ബന്ധമായപ്പോൾ പിന്നെ ജയശ്രീക്ക് വേറെ വഴിയില്ല. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകത്തുള്ളൂ. മൈത്രേയൻ വേറെ പെൺകുടുംബത്തിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ജയശ്രീക്ക് പിന്നെ എന്നെ എടുക്കാൻ പറ്റും. അത് എംപവേർഡ് ആവുന്നൊന്നുമല്ല ജയശ്രീ. നിങ്ങൾക്ക് വേറെ വഴിയില്ല, നിങ്ങൾ അടുത്ത വഴി പോയി, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനത്തെയൊക്കെ ഇവരെയൊക്കെയാണ് ഇന്റർവ്യൂലൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ഏർലിയസ്റ്റ് ഫെമിനിസ്റ്റ്, അത് നമുക്ക് സമൂഹത്തിന് മാതൃക എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്കെല്ലാം നമ്മുടെ എല്ലാം മുന്നിലോട്ട് കാണിച്ചു തരുന്നത്. ഇവരുടെയൊക്കെ ഇത് കേട്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുമ്പോൾ ഓർക്കുക, എനിക്ക് നമ്മുടെ ജീവിതം നമുക്ക് ഇങ്ങനെ ആയാൽ മതി. ഞാൻ ഇങ്ങനത്തെ ലൈഫ് ഒരു സ്ത്രീക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇവർ ഫെമിനിസ്റ്റ് ആയതുകൊണ്ടും ഇവർ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് ഇവരുടെ ജീവിതം കേട്ട് കഴിയുമ്പോൾ ഭയങ്കര സംഭവമാണല്ലോ, ഗൈനക്കോളജിസ്റ്റ് അതായത്. പക്ഷെ ഇവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർ ഈ ഒരു പേടിയോടെ ഒരു പാർട്ട്ണറിൻ്റെ കൂടെ ഇത്രയും വർഷം അയാൾക്ക് ഇവരോട് എന്താണെന്നും അറിയത്തില്ല, ഇവർക്ക് അവരുടെ വീട്ടിലെ സ്ഥാനവും അറിയത്തില്ല, പിന്നെ ഇവർക്ക് ആകെയുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെ ബാക്കി ഉള്ളത് ഇവർ കുറച്ച് പേരുടെ കൂടെ പിന്നെ എല്ലാ ഇൻ്റർവ്യൂസിലും ജയശ്രീ സെക്സ് വർക്കിനും വളരെ കാര്യമായിട്ട് പൊക്കി പറയുന്നുണ്ട്. അപ്പോൾ ജയശ്രീ ഒരു ധന്യവർമ്മയുടെ അശ്വതി ശ്രീകാന്തുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് ജയശ്രീ പറയുകയാണ്, സെക്സ് വർക്കേഴ്സിന് അവർ സെക്സ് വർക്കേഴ്സ് ആണെന്ന് പുറത്ത് പറയാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് ജയശ്രീയുടെ വിഷമം എന്ന് ജയശ്രീ പറയുന്നുണ്ട്. അതേസമയം ആ സെയിം ഇൻ്റർവ്യൂവിൽ പറയണം, ഭാര്യ അമ്മ എന്നൊക്കെ പറയുന്ന സ്ലേവ് പോലെ ആയിരുന്നല്ലോ. സെക്സ് വർക്ക് ആണെങ്കിൽ ഭയങ്കര മഹിമയുള്ള ജോലിയാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ജയശ്രീ പറയുന്ന വേറൊരു സംഭവമാണ്. ജയശ്രീ പറയുന്നതാണ്, ഒരു ഒരു കമ്മിറ്റഡ് അല്ലാത്ത റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പം നമുക്ക് വേറെ പാർട്ട്നേഴ്സ് ഉണ്ടായാൽ അത് നമ്മുടെ പാർട്ട്ണറിനെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ജയശ്രീ പറയുന്നത്. അത് എന്തിനറിയിക്കണം? അത് മാരേജ് പോലത്തെ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണെങ്കിൽ അറിയിച്ചാൽ പോരെ, അല്ലാത്ത റിലേഷൻഷിപ്പിലാണെങ്കിൽ നമുക്ക് വേറെ പാർട്ട്നേഴ്സ് ഉണ്ട്, എന്തിനറിയിക്കണം എന്നാണ് ജയശ്രീ ചോദിക്കുന്നത്. ഞാനവിടെ വളരെ സർപ്രൈസ്ഡ് ആയി പോവാണ്. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ഒക്കെ ആവാം. എന്നാലും ജയശ്രീയെ പോലുള്ള ഗൈനക്കോളജിസ്റ്റ് സെക്സ് വർക്കേഴ്സിന്റെ ഇടയിൽ ജോലി ചെയ്തിട്ടുള്ള ആളൊക്കെ ഇങ്ങനെ പറയാമോ? ഈ പുള്ളിക്കാരി തന്നെയാണ് ഏതാണ്ടെല്ലാം HIV സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ഏതാണ്ടെല്ലാം പ്രവർത്തനം നടത്തി എന്നൊക്കെ പറയുന്നത്.
അപ്പം ഈ ഒരു ഒരു റിലേഷൻഷിപ്പിലുള്ളവർ കമ്മിറ്റഡ് ആണോ അല്ലയോ, അവർക്ക് വേറെ പാർട്ട്നേഴ്സ് ഉണ്ടോ അറിയിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നത് അത് ചുമ്മാ മുട്ടാപ്പോക്ക് ന്യായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മെഡിക്കലി നോക്കിയാലും ഇങ്ങനത്തെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാം, എന്തോരം ഡിസീസസ് ഉണ്ട് അങ്ങനത്തെ കിട്ടാവുന്നത്. അപ്പം മറ്റേ പാർട്ട്ണറിനെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഈ പറയും വേറെ പാർട്ട്നേഴ്സിനെ പോയിട്ട് അതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇത്രയും സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ജയശ്രീക്ക് ഇത് പറയാമെന്ന് പറഞ്ഞു. കാരണം പുള്ളിക്കാരുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ട് ഓരോ ന്യായങ്ങൾ കണ്ടുപിടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജയശ്രീ പറയുന്നു ആണുങ്ങളൊട്ട് സ്കിൽഡ് അല്ല, അവർ ഇച്ചിരി അപ്സ്കിൽ ചെയ്യണം എന്നാണ് ജയശ്രീ പറയുന്നത്. ഈ ജയശ്രീ തന്നെയാണ് പറയുന്നത് ജയശ്രീയുടെ ജീവിതത്തിൽ ജയശ്രീ ഒരു പണിയും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത്. ജയശ്രീ പറയുന്നത് ഫീമെയിൽ ജെൻഡർ റോൾസിൽ യൂഷ്വലി ഉള്ള കുക്കിങ്, ക്ലീനിങ്, കുട്ടികളെ കൊച്ചു നോക്കുന്ന എല്ലാം മൈത്രേനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആർക്കും വേണ്ടാത്ത ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പോലുള്ള പരിപാടികളാണ് ജയശ്രീ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ജയശ്രീ പറയുന്നത്. എന്ന് വെച്ചാൽ ജയശ്രീ ഒരു ആണിൻ്റെ റോൾ എടുത്ത് എന്നിട്ട് അത് ആർക്കും വേണ്ടാത്തതാക്കി. പക്ഷെ കുക്കിങ്, ക്ലീനിങ് അതെല്ലാം മൈത്രേനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജയശ്രീ പറയുന്നു ആണുങ്ങൾക്ക് സ്കില്ലില്ല, ആണുങ്ങളെ അപ്സ്കിൽ ചെയ്യണം. എൻ്റെ പൊന്നും ജയശ്രീ, ആണുങ്ങൾക്ക് സ്കില്ലില്ല എന്ന് പറയാൻ പറ്റും. എത്ര ആണുങ്ങൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോയി ആണുങ്ങളാണെങ്കിലും പയ്യന്മാരാണെങ്കിലും പഠിക്കാൻ പോകുന്നവരാണെങ്കിലും ഒക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ശരിയാ, പിന്നെ അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ നിൽക്കുന്നില്ലായിരിക്കും. അതിന് റീസൺസ് വേറെയാണ്, അല്ലാതെ അവർക്ക് സ്കിൽ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. അവർക്ക് ആവശ്യം അവർ പെണ്ണുങ്ങളെക്കാളും നന്നായിട്ട് അവർ ഈ പരിപാടികളൊക്കെ ചെയ്യും. അപ്പം ടു കൺക്ലൂഡ്, ഇതിലൂടെ എല്ലാം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹൗസ് വൈഫിനെയും അമ്മ, ഭാര്യ എന്നൊക്കെ പറയുന്ന റോൾസിനെ കാണിക്കുമ്പോഴും അത് സ്ലേവ് ആയിട്ടാണ് കാണിക്കുന്നത്. അവർക്കൊരു വിലയില്ലായിരുന്നു എന്നുള്ളതാണ് ജയശ്രീ വരുത്തി തീർക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ജയശ്രീ ഈ മൈത്രേനുമായിട്ടുള്ള ലിവിങ് റിലേഷൻഷിപ്പിൽ ജീവിച്ച ജയശ്രീയുടെ അവസ്ഥയാണ് അതിനേക്കാളും കഷ്ടം. എനിക്ക് ഇപ്പോഴത്തെ ഭാര്യയുടെയും അമ്മയുടെ അവസ്ഥ, അവർക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ വീട്ടിലെ റോൾ എന്താണെന്ന് അറിയായിരുന്നു, അവരുടെ സ്ഥാനം അറിയായിരുന്നു, അവരുടെ ഹസ്ബൻഡും അവർ വൈഫുമാണ്, അവരുടെ വില അവർക്ക് അറിയായിരുന്നു. വീട്ടിലെ കൊച്ചു നോക്കുവാണെങ്കിലും കുക്ക് ചെയ്യുവാണെങ്കിലും അത് ജയശ്രീയെ പോലുള്ളവർക്ക് അതൊട്ടും വിലയില്ലാത്ത ജോലിയായിരിക്കും. കാരണം അതിന് പേയ്മെൻറ്റ് കിട്ടുന്നില്ലല്ലോ. അതേസമയം ഇങ്ങനെയുള്ള മനുഷ്യർക്ക് സെക്സ് വർക്കും അങ്ങനത്തെയൊക്കെ ഉള്ളതാണ് അവർക്ക് വലിയ മഹിമയായിട്ട് കാണിക്കുന്നത്. ഇത് നമ്മുടെയൊക്കെ യങ് ജനറേഷന് ഇത് നല്ലൊരു ഉദാഹരണമാണ് കാണിച്ചു കൊടുക്കുന്നത്, നല്ല ഇൻഫ്ലുവൻസ് ആണ് അത് ചെയ്യുന്നതെന്ന് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ വളരെ സംശയം തോന്നുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോ ഐഡിയോളജിക്കലി ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ നോക്കേണ്ട അവരുടെ ജീവിതത്തിൽ ഇത് അവരെങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് എന്നൊന്ന് ചിന്തിക്കാൻ ഓർക്കുക, ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതിന് മുന്നേ. എല്ലാം തിയറിറ്റിക്കലി ഇതെല്ലാം കേൾക്കാനും സ്ത്രീകളുടെ ഉന്നമനം ഇതെല്ലാം സംസാരിക്കാൻ ഭയങ്കര എളുപ്പമുണ്ട്. പക്ഷേ ഇവരെ ജീവിച്ച ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.